ഇത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് വ്യവസായ നിയമവകുപ്പ് മന്ത്രി ശ്രീ പി രാജീവാണ്. ഞാൻ മൈക്ക് അദ്ദേഹത്തിന് കൈമാറുന്നത് ഈ പരിപാടിക്ക് ആശംസകൾ നേരാനും അതേപോലെ ഈ മിഡ്നൈറ്റ് റൺ ഫ്ലാഗ് ഓഫ് ചെയ്യുവാനും. ശ്രീ പി രാജീവ്. പ്രിയപ്പെട്ട ശ്രീ ശ്രീകണ്ഠൻ നായർ, ജില്ലാ കളക്ടർ, പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷകരമായ ഒരു സന്ദർഭമാണിത്. പിങ്ക് മിഡ്നൈറ്റ് റൺ അത് സംഘടിപ്പിച്ചതിന് 24നെ ഞാൻ ഈ സന്ദർഭത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. സ്ത്രീ ശാക്തീകരണത്തിൻ്റെ പല തലങ്ങളിലൂടെ കേരളം മുന്നേറിയിട്ടുണ്ട്. കുടുംബശ്രീ കേരളം ലോകത്തിന് നൽകിയ മാതൃകയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സുപ്രീം കോടതിയിലെ വനിതാ ജഡ്ജി കേരളത്തിൽ നിന്നായിരുന്നു ഫാത്തിമ ബീവി. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈക്കോടതി വനിതാ ജഡ്ജി അന്ന ചാണ്ടി കേരളത്തിൽ നിന്ന് തന്നെയായിരുന്നു. ഇന്ത്യയുടെ ഭരണഘടനാ അസംബ്ലി രൂപം കൊണ്ട സന്ദർഭത്തിൽ ആകെ 15 വനിതകൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതിൽ 3 പേർ ഇന്നത്തെ കേരളത്തിൽ നിന്നായിരുന്നു. തിരുവിതാംകൂറിൽ നിന്ന് ആനി മസ്ക്രിൻ, നമ്മുടെ കൊച്ചിയിൽ നിന്ന് ദാക്ഷായിനി വേലായുധൻ, മദ്രാസിൻ്റെ ഭാഗമായിരുന്ന പാലക്കാട് നിന്ന് അമ്മു സ്വാമിനാഥൻ. ആ 3 പേർ ഇന്ത്യയുടെ ഭരണഘടനാ അസംബ്ലിയിൽ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് പാർലമെൻറ്റിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷം ലോകസഭയിലും രാജ്യസഭയിലും കൂടി ഒരിക്കലും കേരളത്തിലും എന്ന് ഒന്നിച്ച് 3 പേർ ഉണ്ടായിട്ടില്ല എന്നത് ചരിത്രത്തിൻ്റെ മറ്റൊരു ഭാഗമാണ്. കേരളത്തിൽ നിന്ന് ഇപ്പോൾ 17ാം ലോകസഭയിലേക്ക് വരുമ്പോൾ നമ്മൾ സ്ത്രീ പ്രാതിനിധ്യം നോക്കുമ്പോൾ കേരളത്തിൽ നിന്ന് ഇതുവരെ ആകെ 12 MP-മാരാണ് ലോകസഭയിലും രാജ്യസഭയിലും കൂടി വന്നിട്ടുള്ളൂ. ആനി മസ്ക്രിൻ 52-ൽ ആദ്യത്തെ MP. പിങ്ക് മിഡ്നൈറ്റ് റൺ അത് ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ ആരംഭിക്കാൻ പോകുന്നു. വ്യവസായ നിയമമന്ത്രി പി രാജീവ് ഇപ്പോൾ സംസാരിക്കുകയാണ്. അല്പസമയത്തിനകം അതിൻ്റെ ഫ്ലാഗ് ഓഫ് നടക്കും. ജില്ലാ കളക്ടർ അടക്കമുള്ളവർ ഇപ്പോൾ വേദിയിൽ എത്തിയിട്ടുണ്ട്. വലിയ ബഹുജന പങ്കാളിത്തം ഉണ്ട്. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ചാണ് ഫ്ലവേഴ്സും 24ഉം ചേർന്ന് കൂടി ഇത്രയും കാലത്തിനുള്ളിൽ കേരളത്തിൽ നിന്നുണ്ടായിട്ടുള്ളത് എന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത്ര ഗുണകരമായ കാര്യമല്ല. മറ്റെല്ലാ മേഖലയിലും സ്ത്രീ പ്രാതിനിധ്യം വളരെ ശക്തമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇന്നലെ കേരളത്തിൽ ഫയർഫോഴ്സിൽ ആദ്യത്തെ വനിതാ ബ്രിഗേഡ് അവരുടെ പരേഡ് പൂർത്തീകരിച്ച് പുറത്തേക്കിറങ്ങി. ഏഷ്യയിൽ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ കോഴിക്കോട് കേരളത്തിലായിരുന്നു. ഏഷ്യയിൽ ആദ്യത്തെ പോലീസ് സ്റ്റേഷൻ ചുമതലയുള്ള വനിതാ ഇൻസ്പെക്ടറും കോഴിക്കോടായിരുന്നു. അങ്ങനെ കേരളം ഒത്തിരിയേറെ ചരിത്രം സൃഷ്ടിച്ചു. ഈ പാർലമെന്ററി രംഗം ഒഴികെ ബാക്കി എല്ലായിടത്തും സ്ത്രീകൾ മുന്നോട്ട് വന്നു. ഇനി ആ രംഗത്തും സ്വാഭാവികമായും സ്ത്രീകളുടെ മുന്നേറ്റം ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ മാരത്തോൺ, പിങ്ക് മാരത്തോൺ ഏത് സമയവും എല്ലാവർക്കും ഒരേപോലെയാണ്. അതിനകത്ത് പ്രത്യേകമായി വിഭജനങ്ങളില്ല, സ്ത്രീ പുരുഷ വ്യത്യാസമില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഈ പരിപാടി തുടർച്ചയായി സംഘടിപ്പിച്ചതിന് ഒരിക്കൽ കൂടി 24നെ അഭിനന്ദിക്കുന്നു. മാരത്തോണിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വിജയാശംസകൾ നേർന്ന് വനിതാ ദിനാശംസകൾ കൂടി നേർന്നുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.